Good morning. Today we are going to discuss pile foundation in detail. We have already studied that pile foundation, which is a type of deep foundation, is actually a slender column or long cylinder made of materials such as steel or concrete, used to support the structure and also transfer the load at a desired depth, either by end bearing or friction. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഡീപ് ഫൗണ്ടേഷനിൽ വരുന്ന ഒരു കേസാണ് പൈൽ ഫൗണ്ടേഷൻ. പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നാരോ ആയിട്ടുള്ള കോളംസ് ആണ് അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ആണ്. കോൺക്രീറ്റ് കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ആണ് ഇവ ഉണ്ടാക്കിയിട്ടുള്ളത്. സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഡിസൈർഡ് ഡെപ്തിലോട്ട് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് പൈൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. പൈൽ ഫൗണ്ടേഷനെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നുകിൽ എൻഡ് ബിയറിംഗ് വഴി അല്ലെങ്കിൽ ഫ്രിക്ഷൻ വഴിയാണ്. A foundation is described as piled when its depth is 3 times more than its breadth. ഒരു ഫൗണ്ടേഷൻ പൈൽഡ് ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയാ? അതിന്റെ ബ്രെഡ്ത്തിന്റെ 3 ടൈംസിനേക്കാൾ കൂടുതൽ വരണം അതിന്റെ ഡെപ്ത്. ഓക്കെ, ഈ ഒരു കേസിലാണ് നമ്മൾ ആ ഫൗണ്ടേഷൻ പൈൽഡ് ആണെന്ന് പറയുക. Pile foundations are preferred in case of large structures and also in order to resist excessive settlement and uplift. Large structures in the cases അതുപോലെ excessive settlementനെയും upliftനെയും withstand ചെയ്യുന്നതിന് വേണ്ടിയാണ് pile foundation prefer ചെയ്യുന്നത്. Necessity of pile foundation. Where we can use pile foundation? പൈൽ ഫൗണ്ടേഷൻ നമുക്ക് ഏതെല്ലാം സിറ്റുവേഷൻസ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. When ground water table is high and when heavy and non-uniform superimposed loads comes, other type of foundations are costlier or not feasible. When soil at shallow depth is compressible, when there is possibility of scoring due to the presence of river bed or seashore. ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഹൈ ആവുന്ന കേസസിൽ അതുപോലെ ഹെവി ആയിട്ടുള്ളതും നോൺ യൂണിഫോം ആയിട്ടുള്ളതുമായ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്സ് വരുമ്പോഴും നമുക്ക് പൈൽ ഫൗണ്ടേഷൻസ് പ്രിഫർ ചെയ്യാവുന്നതാണ്. ചില കേസസിൽ മറ്റു ഫൗണ്ടേഷൻസ് എല്ലാം കോസ്റ്റ്ലിയർ ആകാം അല്ലെങ്കിൽ അവയൊന്നും സ്യൂട്ടബിൾ ആവില്ല. അത്തരം കേസസിലും നമുക്ക് പൈൽ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഷാളോ ഡെപ്തിലെ സോയിൽ കംപ്രസിബിൾ ആകുന്ന കേസസിൽ അതുപോലെ സ്കോറിങ്ങിന് ചാൻസസ് ഉള്ള കേസസിലൊക്കെ നമുക്ക് പൈൽ ഫൗണ്ടേഷൻ പ്രിഫർ ചെയ്യാവുന്നതാണ്. റിവർ ബെഡ്, സീ ഷോർ ഒക്കെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ സ്കൗറിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്. When there is a canal or deep drainage system comes, when soil excavation is not possible up to desired depth due to poor soil conditions, when it becomes impossible to keep foundation trenches dry by pumping due to heavy inflow of seepage. സ്ട്രക്ചറിന്റെ അടുത്ത് ഡീപ്പ് ആയിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റം വരിക, അതുപോലെ പൂവർ സോയിൽ കണ്ടീഷൻസ് കാരണം നമുക്ക് ഉദ്ദേശിച്ച ഡെപ്തിലോട്ട് എക്സ്കവേറ്റ് ചെയ്യാൻ കഴിയാതെ വരിക, വാട്ടർ സിപ്പേജ് കൂടുക വഴി ഫൗണ്ടേഷൻ ട്രെഞ്ചസ് ഡ്രൈ ആക്കി നിലനിർത്താൻ കഴിയാതെ വരിക. ഇത്തരം കേസസിലും നമുക്ക് പൈൽ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. We can classify piles in 5 ways according to function or use, mode of transfer of loads, based on materials, based on effect of soil and also based on method of installation. പൈലിന്റെ യൂസ് എന്തൊക്കെയാണ് നോക്കിയിട്ട് അതുപോലെ പൈല് ഉണ്ടാക്കിയ മെറ്റീരിയൽ നോക്കിയിട്ട് ഏത് മെത്തേഡ് വഴിയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, സോയിൽ ഉണ്ടാകുന്ന ഇഫക്റ്റ് നോക്കിയിട്ട് ഏത് രീതിയിലാണ് ലോഡ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്, ഇങ്ങനെ 5 രീതിയിൽ നമുക്ക് പൈൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. So first we can go through classification based on function or use. Based on function or use, we are having 8 piles: end bearing pile, friction pile, compaction pile, tension or uplift pile, anchor pile, fender pile and dolphins, batter pile and sheet pile, end bearing pile. In
which the end of the pile rests on the intersection of weak and strong soil. Then load bypasses the weak layer and transferred to strong layer safely. End bearing pile. ഈ ഒരു കേസിൽ പൈലിന്റെ എൻഡ് പോർഷന് റെസ്റ്റ് ചെയ്യുന്നത് വീക്ക് സോയിലിന്റെയും സ്ട്രോങ് സോയിലിന്റെയും ഇന്റർസെക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോഡ് വീക്ക് ലെയറിനെ ബൈപ്പാസ് ചെയ്യുകയും സേഫ് ആയിട്ട് സ്ട്രോങ് ലെയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഫ്രിക്ഷൻ പൈൽ, ഇൻ വിച്ച് പൈൽ ട്രാൻസ്ഫേഴ്സ് ദി ലോഡ് ഓഫ് ദി ബിൽഡിംഗ് ടു ദ സോയിൽ ത്രൂ ദി ഫുൾ ഹൈറ്റ് ഓഫ് ദി പൈൽ, or we can say through the friction. ഫ്രിക്ഷൻ പൈലില് പൈല് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രിക്ഷൻ വഴിയാണ്. അതുകൊണ്ട് തന്നെ പൈലിന്റെ ഫുൾ ഹൈറ്റ് അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇറ്റ് ഈസ് ദി ഇമേജ് ഓഫ് ഫ്രിക്ഷൻ പൈൽ ആൻഡ് എൻഡ് ബിയറിംഗ് പൈൽ. ഇൻ കേസ് ഓഫ് ഫ്രിക്ഷൻ പൈല് ലോഡ് ട്രാൻസ്ഫറിംഗ് occurs along the full length of the pile, and in case of end bearing pile load transfer occurs through the end only, and the end rests at the intersection of weak soil and strong soil. Compaction pile. Those are used to compact loose granular soil and thereby increasing the bearing capacity. An example for it is sand compaction pile. The main purpose of compaction pile is only to compact, and that is why it does not carry any load. Tension or uplift pile. These piles anchor down the structures which are subjected to uplift due to hydrostatic movements and overturning moment. Hydrostatic movement അല്ലെങ്കിൽ hydrostatic pressure, overturning moment, ഇതിനെതിരെയെല്ലാം സ്ട്രക്ചറിനെ വിസ്റ്റാൻഡ് ചെയ്ത് നിലനിർത്തുകയാണ് ടെൻഷൻ പൈൽ ചെയ്യുന്നത്. ആങ്കർ പൈൽസ്, they provide anchorage against horizontal pulling forces. ഹൊറിസോണ്ടൽ പുള്ളിംഗ് ഫോഴ്സസിനെതിരെ ഒരു ആങ്കറേജ് പ്രൊവൈഡ് ചെയ്യുകയാണ് ആങ്കർ പൈൽസ് ചെയ്യുന്നത്. യു ക്യാൻ ഓൾസോ വ്യൂ ദി ഇമേജ് ഓഫ് ആങ്കർ പൈൽ ഹിയർ. ഫെൻഡർ പൈൽസ് ആൻഡ് ഡോൾഫിൻസ്, they are used to protect water-bound structures against from the impacts of ship and other floating objects. ഷിപ്പിന്റെ അതുപോലെ മറ്റു ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സിന്റെ എല്ലാം ഇമ്പാക്റ്റിൽ നിന്ന് വാട്ടർ ഫ്രോണ്ട് സ്ട്രക്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഫെൻഡർ പൈൽ ചെയ്യുന്നത്. ബാറ്റർ പൈൽ, they are provided to resist large horizontal and inclined forces. ഹൊറിസോണ്ടൽ ഫോഴ്സസിനെയും ഇൻക്ലൈൻഡ് ഫോഴ്സസിനെയും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്റൺ പൈൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഷീറ്റ് പൈൽ, they act as bulk heads or impervious cut-off. ഷീറ്റ് പൈല് അവ ബൾക്ക് ഹെഡ് ആയിട്ട് അല്ലെങ്കിൽ ഇംപെർവിയസ് കട്ട് ഓഫ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇംപെർവിയസ് ആയതുകൊണ്ട് തന്നെ അതിലൂടെ വാട്ടർ മൂവ്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സീപ്പേജിന് എതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഷീറ്റ് പൈല് പ്രൊവൈഡ് ചെയ്യുന്നത്. വെള്ളത്തിലൊക്കെ ഉള്ള സ്ട്രക്ചേഴ്സിനാണ് ഇത് മെയിൻ ആയിട്ട് ആവശ്യമായി വരുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ലുക്ക് ഹൗ വി ക്യാൻ ക്ലാസിഫൈ പൈൽസ് based on the load transfer mechanism. ലോഡ് ട്രാൻസ്ഫർ മെക്കാനിസത്തെ ആസ്പദമാക്കി നമുക്ക് എങ്ങനെ പൈൽസിനെ ക്ലാസിഫൈ ചെയ്യാം? അക്കോർഡിംഗ് ടു ദിസ്, പൈൽസ് ആർ ക്ലാസിഫൈഡ് ആസ് end bearing piles and friction piles. Those we have already discussed. Next is the classification based on materials and composition. Based on the materials and composition, piles are classified as concrete piles, steel piles, timber piles and composite piles. Concrete piles are further classified as precast piles and cast in situ piles. Precast piles are designed to withstand a load of maximum load of 80 tons, and cast in situ piles are designed to withstand a maximum load of 75 tons. Cast in situ piles are again classified as driven piles and bored piles. Driven piles may be cased or uncased. Bored piles may be pressure piles or underframed piles. കോൺക്രീറ്റ് പൈൽസിനെ നമ്മൾ പ്രീകാസ്റ്റ് പൈൽസ് എന്നും കാസ്റ്റ് ഇൻ സിതു പൈൽസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രീകാസ്റ്റ് പൈൽസ് മാക്സിമം 80 ടൺസോളം ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ കാസ്റ്റ് ഇൻ സിതു പൈൽസ് 75 ടണ്ണോളം ലോഡിനെയാണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്.
കാസ്റ്റ് ഇൻ സിതു പൈൽസിനെ നമുക്ക് ഡ്രിവൺ പൈൽസ് എന്നും ബോർഡ് പൈൽസ് എന്നുമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡ്രിവൻ പൈൽസിലെ കേസ്ഡ് പൈൽസും ഉണ്ട്, അൺകേസ്ഡ് പൈൽസും ഉണ്ട്. അതുപോലെ ബോർഡിൽ പൈൽസിൽ വരുന്നത് അതിനുള്ള എക്സാമ്പിൾ ആണ് അണ്ടർ റീംഡ് പൈൽസും പ്രഷർ പൈൽസും. In case of steel piles, different section piles are available. H piles, pipe piles, sheet piles, eye piles, hollow piles, etc. Two types of composite piles are available. First case is concrete and timber. Second case is concrete and steel. Next, we can have a rough idea of timber piles. These are the oldest type of pile and are economical and having rectangular or circular shape. Diameter or size can vary from 12 to 16 inches. Length of pile is usually 20 times the top width. ടോപ്പ് വിഡ്ത്തിന്റെ 20 മടങ്ങോളമാണ് പൈലിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. Timber piles having small bearing capacity and are designed to withstand 15 to 20 tons of maximum load. 15 തൊട്ട് 20 വരെ ടൺ ലോഡാണ് ടിംബർ പൈൽസ് ക്യാരി ചെയ്യുന്നത്. They are installed with driving method and hard driving may cause damage to the pile. ഡ്രൈവിംഗ് മെത്തേഡ് വഴിയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഹാർഡ് ഡ്രൈവിംഗ് ടിംബർ ആയതുകൊണ്ട് തന്നെ അതിൽ ഡാമേജിന് കാരണമാകുന്നുണ്ട്. It is an image of timber pile. Steel piles. Steel piles having high bearing capacity and are costly. They can be driven either close-ended or open-ended. They can be installed by using impact or vibration hammers. ഹൈ ബിയറിംഗ് കപ്പാസിറ്റി ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് സ്റ്റീൽ പൈൽസ് ഉപയോഗിക്കുന്നത്. അവ കോസ്റ്റ്ലിയാണ്. സ്റ്റീൽ പൈൽസ് ഓപ്പൺ എൻഡഡുമുണ്ട്, അതുപോലെ ക്ലോസ്ഡ് എൻഡഡുമുണ്ട്. ഇവ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഇമ്പാക്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈബ്രേഷൻ ഹാമേഴ്സ് യൂസ് ചെയ്യാം. കോൺക്രീറ്റ് പൈൽസ്. വി ഹാവ് ഓൾറെഡി മെൻഷൻഡ് അബൌട്ട് കോൺക്രീറ്റ് പൈൽസ്. ഇൻ കേസ് ഓഫ് ബോർഡ് പൈൽസ്, അണ്ടർ റീംഡ് പൈൽസ് ആർ സ്പെഷ്യൽ വൺ. And that is why they are very important. In case of under-reamed piles, along its length, some bulbs are seen. That is, increased diameters are given. Under-reamed piles in the case, അവയുടെ ലെങ്ത്തിൽ ഇടക്ക് ഓരോ ബൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഡയമീറ്റർ കൂടുതലായിരിക്കും. എക്സ്പാൻസീവ് ടൈപ്പ് സോയിലിൽ ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന കൺട്രാക്ഷനെയും എക്സ്പാൻഷനെയും വിസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അണ്ടർ റീംഡ് ബൾബ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. It is an image of concrete pile. Here it is the image of under reamed piles. You can also view the under reamed bulbs given. Composite piles. Composite piles are made up of two or more different type of materials. Usually concrete and timber and concrete and steel are used. When the upper part of pile is to be above the water table, we are using composite piles. എപ്പോഴെങ്കിലും വാട്ടർ ടേബിളിന്റെ മുകളിലായിട്ട് പൈലിന്റെ അപ്പർ പാർട്ട് വരേണ്ട കേസസ് ഉണ്ടെങ്കിൽ നമ്മൾ കോമ്പോസിറ്റ് പൈൽസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഇഫക്റ്റ് ഓഫ് സോയിൽ. Based on the effect of soil, we can classify piles as driven piles, bored piles and screw piles. In case of driven piles, when piles are driven into the ground, soil is moved radially. Then the displacement of soil occurs. That is why driven piles are also known as displacement piles. ഡ്രിവൺ പൈൽസിനെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള സോയിൽ റേഡിയലി മൂവ് ചെയ്യുന്നുണ്ട്. സോയിലിന്റെ മൂവ്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവയെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പൈൽസ് എന്നും പറയുന്നു. ബോർഡ് പൈൽസ്. ഇൻ കേസ് ഓഫ് ബോർഡ് പൈൽസ്, എ വോയിഡ് ഈസ് ഫോംഡ് ബൈ ബോറിംഗ് ഓർ എക്സ്കവേഷൻ. Then pile is inserted into it. Here there is no movement of soil occurs. Then bored piles are considered as non-displacement piles. ഇവിടെ നമ്മൾ ആദ്യം ഒരു വോയിഡ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിലോട്ട് പൈലിനെ ഇൻസേർട്ട് ചെയ്യുകയാണ്.
അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള സോയിൽ നിന്നും മൂവ്മെന്റ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ നോൺ ഡിസ്പ്ലേസ്മെന്റ് പൈൽസ് എന്നാണ് പറയുന്നത്. സ്ക്രൂ പൈൽസ്. In case of screw piles, a helix is provided at the pile toe. Pile toe-ൽ പൈലിന്റെ ഏറ്റവും അറ്റത്ത് ഒരു ഹെലിക്സ് ഫോം ചെയ്തിട്ടുണ്ട്. So that pile can be screwed into the ground. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സോയിലിലോട്ട് പൈലിനെ സ്ക്രൂ ചെയ്യാൻ കഴിയും. The final classification is based on the method of installation. Actually, the classification based on method of installation and based on the effect of soil are same. Then we can classify piles as based on the method of installation as driven piles and bored piles. In case of driven piles, we are using pile driving methods, and in case of bored piles, we are using boring methods. Driven piles in the case pile driving methods bored piles in the case boring methods ഉപയോഗിക്കുന്നു. We are having different types of pile driving equipments, mainly hammers. Some of the hammers are listed here. Single acting hammer, double acting hammer, drop hammer, diesel hammer and vibratory hammer. Okay, thank you.